നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റും അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ബി നായരാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമുക്കറിയാം ഈ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പലരും ചോദിക്കുന്ന എന്തായിരിക്കാം ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ജീവിതം കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്, ഇടയ്ക്ക് സങ്കടം ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. അത് പലയിടത്തും പല രീതിയിലായിരിക്കും തോന്നുന്നത്. അതൊരു പക്ഷേ കുട്ടിയുടെ അടുത്ത് ദേഷ്യമോ സങ്കടമോ ഒരിടത്ത് സ്നേഹമോ തോന്നാം, വീട്ടിനടുത്ത ആളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൊളീഗിൻ്റെ അടുത്തോ ദേഷ്യമോ വെറുപ്പോ തോന്നാം. അത് സാധാരണഗതിയിൽ നടന്നു പോകുന്നതാണ്. പക്ഷെ ചിലരെങ്കിലും ഓവറായിട്ട് എക്സൈറ്റ് ചെയ്ത് ഒരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവവും കാണിക്കാറുണ്ട്. ദേഷ്യമുണ്ടെങ്കിൽ നമുക്കറിയാം, അവരുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാണ് പോകുന്നതെന്നുള്ള ആ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ട് തന്നെ നമുക്കറിയാം. എപ്പോഴാണ് ഇതിനൊക്കെ ഒരു അസുഖത്തിൻ്റെ ലെവൽ വരുന്നത്? എല്ലാം നമുക്ക് നോർമലായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുമോ? എല്ലാവരും അറിയാം, എൻ്റെതായിരുന്നാലും എൻ്റെ അച്ഛൻ്റെതായിരുന്നാലും സാറിൻ്റെതായിരുന്നാലും ഓരോ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഓരോ എക്സ്റ്റെൻറ്റ് ഉണ്ടായിരിക്കും. സന്തോഷമായിരുന്നാലും സ്നേഹമായിരുന്നാലും അതെപ്പോഴാണ് ഒരു അസുഖം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. സന്തോഷം, സങ്കടം, ദേഷ്യം ഇതെല്ലാം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും വരുന്ന വികാരങ്ങളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വികാരം അമിതമായിട്ട് പ്രകടിപ്പിക്കപ്പെടുകയും ആ വികാരപ്രകടനം മൂലം ആ വ്യക്തിയുടെ കുടുംബജീവിതവും തൊഴിലും ദോഷകരമായിട്ട് അതിനെ ബാധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളതിനെ രോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നു, ആ ദേഷ്യം കൂടിയിട്ട് അയാളുടെ ജീവിത പങ്കാളി പറയുകയാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പേടിയാണ്, ഇദ്ദേഹം എന്നെ കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിധികൾ ലംഘിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ പറയുകയാണ്, ഇയാൾ ഏത് സമയത്ത് എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ അറിയില്ല, ഞങ്ങൾക്ക് ഇയാളുടെ കൂടെ ജോലി ചെയ്യാൻ പേടിയാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും തൊഴിലും മോശമാവുന്ന രീതിയിൽ, അതിനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഒരു വികാരം വളരുമ്പോഴാണ് നമ്മൾ ആ ഒരു വികാരത്തെ ഒരു രോഗം എന്നുള്ള നിലയിൽ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ, നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോകുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നതാണ്. ഇതിന് എഗൻസ്റ്റ് സംസാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം, ഒരുപാട് പേര് ഭക്തിയുണ്ട്. വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നു, വീക്കിലി ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ, 1-ാം തീയതിയോ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ, ചിലർ വർഷങ്ങളിലേ പോകാറുള്ളൂ, പിറന്നാളോ അങ്ങനെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലേ പോകാറുള്ളൂ. ചില ആൾക്കാരുണ്ടാവും രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂർ ഭക്തി ലയിച്ചിരിക്കുന്നു, ഏത് സമയവും ദിവസം മൊത്തവും ഭക്തി സാന്ദ്രമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഈ ഭക്തിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം ഇരിക്കുന്നത്. ഒരു പക്ഷേ ആ തരത്തിൽ ജോലി ചെയ്യുന്നവരെ നമുക്ക് മാറ്റി നിർത്തിയാൽ കൂടിയും ഇത്തരത്തിലുള്ള ഭക്തി അമിതമായിട്ട് ഒരു കാര്യവും ഭക്തി മാർഗത്തിലൂടെ മാത്രം കാണുന്ന ഒരു ചെറിയ സമൂഹമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു അസുഖാവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭക്തി അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള അനവധി മാർഗങ്ങളിൽ ഒരെണ്ണമാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നു, വളരെ ആശ്വാസകരമായിട്ട് ചിലർക്ക് അത് അനുഭവപ്പെടാറുണ്ട്. ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഒരാൾ അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് മുഴുവൻ സമയം പ്രാർത്ഥനയിലും ഭക്തിയിലും മാത്രം ചെലവഴിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് താളം തെറ്റി തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ സംശയിക്കണം. ഒരു വ്യക്തി ഒരുപാട് ഉറക്കെ സംസാരിക്കുകയും താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റുള്ളവരെയൊക്കെ അനുഗ്രഹിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്താലും അദ്ദേഹത്തിന് ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ അമിതമായ ഭക്തി ജീവിതത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും താറുമാറാക്കുന്ന രീതിയിലേക്ക് സദാസമയം ഭക്തി വരുന്നു. താൻ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു, ദൈവത്തിൻ്റെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സ്വന്തം ജീവന് അപകടം വരുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് ആ വ്യക്തി പോകുന്നു എങ്കിൽ അത് ഒരു രോഗാവസ്ഥയായി എന്ന് മനസ്സിലാക്കാം. പൊതുവെ മാനിയ അഥവാ ഉന്മാദ രോഗം എന്ന് പറയുന്ന ഒരു വൈകാരിക അസ്വാസ്ഥ്യത്തിലാണ് ഇത്തരത്തിൽ അനിയന്ത്രിതവും അമിതവുമായിട്ടുള്ളൊരു ഭക്തി പ്രകടമാകുന്നത്. പല ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ഭയങ്കര ഭക്തിയും ടോക്കറ്റീവുമായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ ഇനി ആരുടെടുത്തും മിണ്ടുന്നില്ല, ആരുടെടുത്തും സംസാരിക്കാറ്, ബാക്കി സമൂഹത്തിനോട് എല്ലാവരുടെടുത്തും വെറുപ്പ് തോന്നി ഒരു മൂലയിലേക്ക് ഒതുങ്ങുന്നതായിട്ടും ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് ഇതുമായിട്ട് ഈ അമിതമായിട്ടുള്ള ഭക്തിയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈകാരിക അസ്വാസ്ഥ്യത്തിൻ്റെ ലക്ഷണമാണ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചത്. കുറച്ച് നാളത്തേക്ക് അമിതമായ സംസാരം,
അമിതമായ ഊർജ്ജസ്വലത, പരിചയമില്ലാത്ത ആൾക്കാരോട് പോലും ഇടിച്ചു കയറി സംസാരിക്കുക, പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക, വലിയ സന്തോഷ പ്രകടനങ്ങൾ, ഒരുപാട് അധ്വാനം നടത്തുക, രാത്രിയിൽ ഉറക്കമില്ലെങ്കിലും ഒട്ടും ക്ഷീണമില്ല വ്യക്തിക്ക്, പിറ്റേന്നും വളരെ ഊർജ്ജസ്വലനായി കാണപ്പെടുന്നു. ഇങ്ങനെ അമിതമായ ഊർജ്ജം, അമിതമായ ദേഷ്യം അഥവാ അമിതമായ സന്തോഷം, ഇതെല്ലാം ചേർന്ന ഒരു അവസ്ഥയ്ക്കാണ് ഉന്മാദം അഥവാ മാനിയ എന്ന് പറയുന്നത്. ഈ ഉന്മാദാവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് തനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത പലതരത്തിലുള്ള സംഗതികൾ തനിക്കുണ്ട്. ഉദാഹരണത്തിന് ഒരു യാചകനായിരിക്കാം, അദ്ദേഹം 1000 കോടി രൂപയുടെ സ്വത്തുണ്ട്, അല്ലെങ്കിൽ 10 ഹെലികോപ്റ്റർ ഉണ്ട് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഉന്മാദത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ഉന്മാദം ബാധിച്ച ഒരു വ്യക്തി ചികിത്സയിലൂടെയോ അല്ലാതെയോ അത് ഭേദപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ പൊടുന്നനെ ഉൾവലിയാനായിട്ട് തുടങ്ങും. ആരോടും മിണ്ടുന്നില്ല, ഒന്നിലും താല്പര്യമില്ല, ഉറക്കമില്ല, സങ്കടം, കരച്ചിൽ. ഈ ഒരു അവസ്ഥയ്ക്കാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഉന്മാദവും വിഷാദവും മാറി മാറി ഒരേ വ്യക്തിയുടെ ജീവിതചക്രത്തിൻ്റെ 2 ഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ആ അവസ്ഥയ്ക്ക് ബൈപോളാർ ഡിസോർഡർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ബൈപോളാർ ഡിസോർഡർ ആവർത്തന സ്വഭാവമുള്ളൊരു വൈകാരിക അസ്വാസ്ഥ്യമാണ്. ഉന്മാദവും വിഷാദവും മാറി മാറി വരാം. കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിച്ച് വന്ന് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഭേദപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ലെവലിലേക്ക് പോകാം, കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ. തീർച്ചയായിട്ടും സാർ, നമ്മൾ ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് ഹൗസ് വൈഫ് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അവരുടെ അച്ഛനോ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ചൂടാകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ ശ്രദ്ധിക്കുന്നില്ല, എന്തെങ്കിലും ചെറിയ തെറ്റിന് അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ ഒരു ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ, നമുക്ക് പെരുമാറ്റത്തിൽ തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുക, പെട്ടെന്ന് എണീറ്റിട്ട് പോവുക, ഒരു ഭയങ്കരമായിട്ടുള്ള വൈകാരിക പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ലോങ് ടൈം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ പറയാറുണ്ട് അവർ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇതുപോലെയുള്ള ചൂടുള്ള സ്വഭാവമാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനും ഈ ചൂടുള്ള സ്വഭാവം കിട്ടിയത് എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു തർജ്ജിമ, അതായത് പണ്ട് അച്ഛനും അമ്മയ്ക്കും അല്ലെ അച്ഛൻ്റെ സ്വഭാവം മകന് കിട്ടുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അമിതമായിട്ട് വീട്ടിൽ കാണിക്കുന്ന പെരുമാറ്റ വൈകല്യങ്ങൾക്ക് നമുക്ക് ചികിത്സയുണ്ട്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ അമിത ദേഷ്യം വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. വീട്ടിൽ മാത്രമാണ് അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ വീട്ടിൽ എന്ത് രീതിയിലുള്ള ദേഷ്യപ്രകടനം നടത്തിയാലും വലിയ പ്രതികരണം ഉണ്ടാകില്ല എന്നുള്ളൊരു സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനെ ഒരു രോഗമായിട്ട് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ വീട്ടിലും പുറത്തും ഒരുപോലെ ഈ ദേഷ്യം അമിതമായിട്ട് പ്രകടമാകുന്നുവെങ്കിൽ അതൊരു രോഗാവസ്ഥയുടെ ലക്ഷണമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ വീട്ടിൽ മാത്രം ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളിനും നമ്മൾ ചില കരുതലുകൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഒന്ന്, ഈ ദേഷ്യം കൂടിയിട്ട് ഇണയെ അല്ലെങ്കിൽ ഭാര്യയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അത് കുടുംബജീവിതത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ആ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ചില ചികിത്സകൾ, അത് പലപ്പോഴും ചില മനഃശാസ്ത്ര ചികിത്സാ രീതികൾ, ആങ്കർ കൺട്രോൾ തെറാപ്പി, ദേഷ്യ നിയന്ത്രണ ചികിത്സ എന്നൊക്കെ ചില മനഃശാസ്ത്ര ചികിത്സകളുണ്ട്. അതുവഴി അവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാറിലേക്ക് പോകാം. ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ ഡോക്ടർ, നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. സാർ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് പറഞ്ഞോ. എല്ലാതുമായി മടിയാണ്, പണിക്ക് പോകാനോ അങ്ങനെ ഭയങ്കര മടിയാണ്, ഭയങ്കര ടെൻഷൻ, ആവശ്യമില്ലാത്ത ടെൻഷൻ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. താങ്കളുടെ സംശയം ചോദിച്ചോളൂ. ആവശ്യമില്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രാത്രി നിന്ന് ഉറങ്ങി കണ്ണു തുടങ്ങിയാൽ പിന്നെ ഉറക്കമില്ല, പിന്നെ ആവശ്യമില്ല ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കുറിച്ച് ചിന്തിക്കും, അങ്ങനത്തെ പ്രോബ്ലം. പിന്നെ കാലത്ത് എനിക്ക് പണിക്ക് പോകാൻ വേണ്ടി താല്പര്യമുണ്ട്, പക്ഷെ പണി സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു വീണു വീട്ടിലേക്ക് വന്ന അവസ്ഥയാണ്. അതിനെന്താ മാർഗം? ഈ താങ്കൾ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ഇതൊരു ഉത്കണ്ഠ രോഗം അഥവാ ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. അത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുക, വെപ്രാളപ്പെടുക, ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും അത് ശരിയാവുമോ എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപെടുക പോലെയുള്ള സംഗതികളായിരിക്കാം ചിലപ്പോൾ നമ്മളെ പിന്നോട്ടടിക്കുന്നത്. ഇതൊരു വൈകാരിക അസ്വാസ്ഥ്യമെന്ന് പറഞ്ഞുകൂടാ, ഇതൊരു ഉത്കണ്ഠ രോഗമാണ്. തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമായിട്ടുള്ളൊരു പ്രശ്നമാണ്. വിദഗ്ധമായിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ചികിത്സയിലൂടെ, മനഃശാസ്ത്ര ചികിത്സകളിലൂടെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഔഷധ ചികിത്സകളിലൂടെയും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമേ ഉള്ളൂ ഇത്.
ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ പറഞ്ഞു ഈ വീട്ടിൽ അച്ഛന് അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുമ്പോൾ പലരും പറയാറുണ്ട് നമ്മുടെ പേരൻസ് അവരുടെ അച്ഛൻ ഇതുപോലെയാവും, അവരുടെ ഗ്രാൻഡ് പേരൻസ് ഇതുപോലെ ചൂടുള്ള സ്വഭാവമാണ്, അത് ഇദ്ദേഹത്തിന് പകർന്നു കിട്ടിയതാണ് എന്നുള്ളത്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള വസ്തുതയുണ്ടോ എന്നുള്ളതായിരുന്നു. രണ്ട് തരത്തിൽ ഇത് ശരിയാകാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, ജനിതകമായിട്ട് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലുള്ള ജീനുകളിൽ നിന്നാണ് കുട്ടികളുടെ ജീനുകൾ ലഭിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ജനിതകമായിട്ട് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവങ്ങളുടെ ചില അംശങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ് അച്ഛനെങ്കിൽ ചെറിയൊരളവെങ്കിലും കുട്ടിക്ക് അങ്ങനെ ആകാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ മാത്രമല്ല, ഈ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠപുസ്തകം അവൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്തൊക്കെ പെരുമാറ്റങ്ങൾ നടത്തുന്നു അത് അതേപോലെ അനുകരിക്കാനുള്ളൊരു വാസന വലിയൊരളവ് എല്ലാ കുട്ടികളിലും ഉണ്ട്. അച്ഛൻ അമിതമായിട്ട് ദേഷ്യപ്പെടുകയും ദേഷ്യം വരുമ്പോൾ സാധനങ്ങൾ എടുത്തെറിയുകയും അമ്മയ്ക്ക് ഇടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കുട്ടിക്കാലം തൊട്ടേ കണ്ട് വളരുന്നതെങ്കിൽ ഇവനത് അനുകരിക്കാനും അത് പിന്നീട് സ്കൂൾ അടക്കമുള്ള മറ്റ് സന്ദർഭങ്ങളിൽ അത് പ്രയോഗിക്കാനുമുള്ള ഒരു സാധ്യത കൂടുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ കൊണ്ടും, ജനിതകമായിട്ടുള്ള വശങ്ങൾ കൊണ്ടും കണ്ട് വളരുന്ന കാര്യങ്ങൾ അനുകരിക്കുന്നത് മൂലവും ഇങ്ങനെയുള്ള ദേഷ്യക്കാരുടെ കുട്ടികളിൽ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 100% അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ അമ്മ വളരെ ശാന്ത സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ അച്ഛൻ ദേഷ്യക്കാരനാണെങ്കിൽ പോലും ചിലപ്പോൾ കുട്ടികൾ അമ്മയുടെ ജീനുകളുടെ ഒരു സ്വാധീനം കൊണ്ട് തന്നെ വളരെ ശാന്ത സ്വഭാവമുള്ള കുട്ടികളായിട്ട് വരാനുള്ള സാധ്യതകളും ഉണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും സാർ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ വൈകാരികമായിട്ടുള്ള അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാറ് പറഞ്ഞ രോഗാവസ്ഥയായിട്ട് തോന്നുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു സൈക്കോളജിസ്റ്റായോ ഒരു സൈക്കാട്രിസ്റ്റായോ ചികിത്സിച്ച് ഭേദമാക്കി എന്നല്ലെങ്കിൽ വളരെ നാളായിട്ട് 1 വർഷമോ 6 മാസമോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വീണ്ടും പൊടുന്നനെ അവർ പണ്ട് അവസ്ഥ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ കൂടി കൊണ്ടുപോകുന്നതായിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഇതുപോലെ വളരെ ഇതേ സമയം വന്നിട്ടിരുന്നു, ഇപ്പം ഇതുപോലെ വാത കൂടിയതായോ അല്ലെങ്കിൽ ഒരു പ്രേതബാധ ഉണ്ടായത് പോലുള്ള തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റശീലങ്ങൾ വരാറുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമുണ്ട്? ഞാൻ മുൻപേ സൂചിപ്പിച്ച ഈ ബൈപ്പോളാർ ഡിസോർഡർ, ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന ഒരു മാനസിക രോഗാവസ്ഥ, ഇതൊരു ആവർത്തന സ്വഭാവമുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ ഒരു ഉന്മാദ രോഗമോ വിഷാദ രോഗമോ ഉണ്ടായാൽ ആദ്യത്തെ തവണ കൊടുക്കുന്ന ചികിത്സ പരമപ്രധാനമാണ്. തീർച്ചയായും. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സാദിഖ്. ഡോക്ടർ നമ്മോട് കൊണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞാട്ടെ. സാർ, എനിക്ക് നേരത്തെ ഒരു പേഷ്യന്റ് പറഞ്ഞ പോലെ എനിക്കൊരു ടെൻഷനാണ് സാർ എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പം എന്തെങ്കിലും ഒരാളോട് മീറ്റ് ചെയ്യാൻ പോവാണല്ലോ അതിന് മുന്നേ ഒക്കെ ആയിട്ട് ഭയങ്കര ഒന്നും സംഭവിക്കാനില്ല എന്ന് നമുക്ക് തന്നെ അറിയാം, എങ്കിൽ പോലും ആ ഒരു മൊമെന്റ് വേണ്ട ഒരു ഭയങ്കര ഒരു ടെൻഷൻ, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം. അപ്പം ഇതിലെന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ടോ? നോർമൽ അത് നമ്മുടെ ഒരു ജീവിതത്തിലെ സാഹചര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ടെൻഷൻ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില ചികിത്സകൾ ചെയ്യുന്നത് നല്ലതാണ്. ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അത് നമ്മുടെ തൊഴിലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമായിട്ട് തന്നെ എടുക്കണം. അത് കൃത്യമായിട്ടൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ, ഒരു സൈക്യാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചില ചികിത്സകൾ, പലപ്പോഴും ചില റിലാക്സേഷൻ വ്യായാമങ്ങളും ചില മനഃശാസ്ത്ര ചികിത്സകളും വഴി തന്നെ ഇതിനെ വലിയൊരളവ് പരിഹരിക്കാൻ പറ്റും. കഠിനമായ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ മാത്രം ഔഷധ ചികിത്സ, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഫലപ്രദമായ ചികിത്സകൾ നിലവിലുണ്ട്. പൂർണ്ണമായിട്ടും ചികിത്സയിലൂടെ മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, എന്നാ പറഞ്ഞത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന രോഗാവസ്ഥകൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ ഉന്മാദ രോഗത്തിൻ്റെയോ വിഷാദ രോഗത്തിൻ്റെയോ ലക്ഷണങ്ങൾ കണ്ടാൽ വളരെ കൃത്യമായിട്ടൊരു ചികിത്സ ഇവിടെ ആവശ്യമാണ്. പലപ്പോഴും ഈ ഉന്മാദ രോഗം ബാധിച്ചൊരു വ്യക്തി, അദ്ദേഹം അമിതമായിട്ട് സംസാരിക്കുന്നു, വലിയ ഭക്തി പ്രദർശിപ്പിക്കുന്നു, അദ്ദേഹത്തിനൊരു രോഗമുണ്ടെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും കാണില്ല. അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ വളരെ സംതൃപ്തനാണ്, കാണുന്ന ആളുകൾക്കാണ് പ്രശ്നമുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും ഈ ഉന്മാദ രോഗമുള്ള ഒരാളിനെ കൗൺസിലിംഗ് വഴിയോ മനഃശാസ്ത്ര ചികിത്സകൾ വഴിയോ പരിഹരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ ക്രമം തെറ്റുന്നത് മൂലമാണ് ഇത്തരം ഉന്മാദ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത്. ഈ തലച്ചോറിലെ രാസവസ്തുക്കളെ നോർമലാക്കാനുള്ള ഔഷധങ്ങൾ, മരുന്നുകൾ തന്നെ ഇവിടെ ആവശ്യമാണ്. രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ പൂർണ്ണമായിട്ടും മാറും. അതിനുശേഷവും ഈ രോഗലക്ഷണങ്ങൾ മാറിയ ശേഷവും നിശ്ചിത കാലം കൂടെ മരുന്ന് തുടരേണ്ടതുണ്ട്.
ഒരുപക്ഷെ ആദ്യത്തെ തവണ ഉന്മാദ രോഗം വരുന്ന വ്യക്തിക്ക് രോഗലക്ഷണം പൂർണ്ണമായും ഭേദമായ ശേഷം 6 മാസമെങ്കിലും മരുന്ന് തുടരണം. ആദ്യത്തെ തവണ വിഷാദ രോഗം വരുന്നൊരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും മാറി 9 മാസം കൂടെ തുടരണം. ആവർത്തിച്ച് രോഗം വന്നിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ കാലം ദൈർഘ്യം വരും, ചികിത്സയുടെ ദൈർഘ്യം കൂടും. സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി മരുന്ന് കുറച്ച് നാൾ കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് ആവർത്തിച്ചു വരാനുള്ള സാധ്യത വലിയൊരളവ് വരെ കുറയ്ക്കാൻ പറ്റും. അതിന് പകരം ലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞ് ഉടനടി മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഒരുപക്ഷെ 1 വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമോ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തുടർ ചികിത്സ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, ഇത് ആവർത്തിച്ചു വരാതിരിക്കാൻ. സർ, ഈ ദേശീയ പ്രകടനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരുടെ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമായിരിക്കണം. പക്ഷേ ഒരു ചെറിയ രീതിയിൽ ഒരു പെഗ് മദ്യം തന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യമായിരുന്നാലും സന്തോഷമായിരുന്നു കഴിഞ്ഞാലും പ്രകടിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നു. ഇത് ഏതെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും? നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിലുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളാണ്. അതിൽ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, അതിൻ്റെ കേന്ദ്രം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ദളങ്ങളാണ്. മസ്തിഷ്കത്തിൻ്റെ പാർശ്വഭാഗത്തുള്ള ടെമ്പറൽ ദളങ്ങളാണ് പലപ്പോഴും വൈകാരികമായ പ്രകടനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ചില ആളുകളുടെ ഈ മസ്തിഷ്കത്തിൻ്റെ ചില മേഖലകൾ അമിതമായിട്ട് ഉത്തേജിപ്പിക്കപ്പെടുകയും അതുമൂലം അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യവും അനിയന്ത്രിതമായിട്ടുള്ള വികാര പ്രകടനങ്ങളും, ചിലപ്പോൾ മോശമായിട്ടുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളുണ്ട് മദ്യപിക്കുമ്പോൾ മാത്രം. മറ്റു സമയങ്ങളിൽ അവർ വളരെ മാന്യന്മാരായിരിക്കും. അപ്പോൾ ഈ ചെറിയ അളവിലെങ്കിലും ലഹരി കഴിക്കുമ്പോൾ ഇത്തരം അമിതമായ വൈകാരിക പ്രകടനങ്ങൾ ഉള്ള ആളുകൾ ആ ലഹരി വസ്തുക്കളെ പൂർണ്ണമായി വർജിക്കുന്നതായിരിക്കും, ഉപേക്ഷിക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സാർ, ഇതിനുള്ള പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ചികിത്സ എപ്രകാരമാണ് സാർ? വൈകാരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ ചികിത്സ എപ്രകാരമാണ്? ഈ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാവുന്നത് തലച്ചോറിലെ ചില രാസവസ്തുക്കളിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളാണ്. ഉദാഹരണത്തിന് ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു രാസവസ്തു അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് അമിതമായിട്ടുള്ള ഭക്തിയും ഉന്മാദ ലക്ഷണങ്ങളും പ്രകടമാവുന്നത്. സെറട്ടോണിൻ എന്ന് പറഞ്ഞ മറ്റൊരു രാസവസ്തു അളവിൽ കുറയുമ്പോഴാണ് വിഷാദ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത്. ഈ രാസവസ്തുക്കളുടെ അളവിനെ ക്രമീകരിക്കുന്ന ഔഷധങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. മൂഡ് സ്റ്റെബിലൈസേഴ്സ്, വൈകാരിക സ്ഥിരത ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ എന്നുള്ളതാണ്. ഈ ഔഷധങ്ങൾ പലപ്പോഴും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫലം കാണിച്ചു തുടങ്ങിയേക്കും. ഒരു മാസം കൊണ്ട് പലപ്പോഴും ശരാശരി അസുഖങ്ങളൊക്കെ പരിഹരിക്കപ്പെടാറുണ്ട്. എങ്കിലും വീണ്ടും മസ്തിഷ്കം ഈ മരുന്നുകളുടെ സഹായം ഇല്ലാതെ സാധാരണഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ ചിലപ്പോൾ 6 മാസം തൊട്ട് 1 വർഷം വരെ വീണ്ടും എടുക്കും. അതുകൊണ്ട് തന്നെ 6 മാസം തൊട്ട് 1 കൊല്ലം വരെ ഈ മരുന്നുകൾ തുടരേണ്ടി വരും. പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള വളരെ സുരക്ഷിതമായ പുതിയ മരുന്നുകൾ പലതും വൈകാരിക അസ്വാസ്ഥ്യങ്ങളുടെ ചികിത്സയ്ക്ക് ഇന്ന് നിലവിലുണ്ട്. ഇതോടൊപ്പം ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഉറക്കം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ക്രമപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വാംശീകരിക്കുകയും കൂടെ ചെയ്താൽ വലിയൊരളവ് വരെ ഈ വൈകാരിക അസ്വാസ്ഥ്യങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. സാർ, സാധാരണഗതിയിൽ ഈ മനസ്സിൻ്റെ കാര്യം വരുമ്പോൾ മനസ്സിന് മരുന്ന് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിനെ ബാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സാർ, എനിക്ക് മനസ്സിനാണ് പ്രശ്നം, എൻ്റെ വൈകാരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ മനസ്സിനാണ് പ്രശ്നം, അത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ അതിനെപ്രകാരമാണ് മാറ്റുക എന്നുള്ളത്? മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വികാരങ്ങളായാലും ഓർമ്മയായാലും എല്ലാം തലച്ചോറിലെ പല രാസവസ്തുക്കളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വൈകാരികമായ അസ്വാസ്ഥ്യങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, അതിനൊക്കെ തന്നെ ഈ തലച്ചോറിലെ രാസവസ്തുക്കളെ ക്രമപ്പെടുത്തുന്ന മരുന്നുകൾ വഴി ചികിത്സിക്കാനായിട്ട് സാധിക്കും. വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട്. ഇതുകൊണ്ട് തലച്ചോറിന് എന്തെങ്കിലും കേടുപാടുകൾ വരുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആവശ്യമില്ല. പുതിയ പലതരം മരുന്നുകളും ഉണ്ട്. ആ മരുന്നുകൾ വളരെ സുരക്ഷിതമാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മരുന്നുകളാണ് ഇന്ന് പുതുതായിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും മരുന്നുകൾ വഴി പരിഹാരമുണ്ട്. മരുന്നുകളോടൊപ്പം ചില മനഃശാസ്ത്ര ചികിത്സാ രീതികളും പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി സാർ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചികിത്സ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അമിതമായിട്ട് വൈകാരിക പ്രകടനങ്ങൾ കാണിക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കണം ഭാവിയിൽ? അവരൊരു സൂയിസൈഡിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലോ ആയിരിക്കുമോ ചെന്നെത്തുക? ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലെ ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന രോഗാവസ്ഥയിൽ അവർക്ക് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ചികിത്സ എടുക്കാതിരിക്കുന്ന ബൈപ്പോളാർ ഡിസോർഡർ രോഗികളിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. അവർ വിഷാദത്തിലേക്ക് വീഴുന്ന ഒരു ഘട്ടത്തിൽ അവർ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ചികിത്സ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആവർത്തിച്ച് ഈ രോഗം വന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ദുർബലമായിട്ട് ഒരിക്കലും ഈ രോഗം മാറാത്ത ഒരു സ്ഥിര രോഗിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകാം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ അക്രമവാസന കൂടിയിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാവുന്ന ഉപദ്രവങ്ങളും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള ഒരു സാധ്യതയും ഇവർക്ക് കൂടുതലാണെന്നുള്ളത്.
തീർച്ചയായിട്ടും സാർ, വളരെ നന്ദിയുണ്ട് സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമിത വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിന് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശവും വിമർശനവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിൽ.